ഫെബ്രുവരി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു മാസമായിരുന്നു. നമുക്ക് വലിയ റിലീസുകളൊന്നും കിട്ടിയിരുന്നില്ല. ആകെ എനിക്ക് ഓർമ്മയിൽ മറ്റേ നൈറ്റ് ഓഫ് ദി സൺ കിങ്ഡം മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. വീക്ക്ലി ഇറങ്ങിക്കൊണ്ടിരുന്ന എപ്പിസോഡുകൾ അതും കംപ്ലീറ്റ് ആയി. ദെൻ ഇപ്പോൾ അതിൻ്റെ അവസാനം ഫെബ്രുവരി അവസാനമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു 28-ാം തീയതി എന്തോ നമ്മുടെ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ സീസൺ 2 വന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. സോ ഇത്രയും മാത്രമേ എൻ്റെ ഓർമ്മയിൽ വലിയ റിലീസായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ചെറിയ റിലീസുകളായിരുന്നു. പക്ഷേ അതുപോലെയല്ല മാർച്ച് മറ്റേ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് മാർച്ചിലും ഏപ്രിലും മെയ്യിലൊക്കെ ആയിട്ട് ഒരുപാട് റിലീസുകൾ നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമകളും സീരീസുകളും എല്ലാം തന്നെ. അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. 6-ാം തീയതി ബ്രൈഡ് എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ബെയിലും ജെസ്സി ബക്ലിയും പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പടമാണ്. ആൻഡ് ഇത് സംവിധാനം ചെയ്തിട്ട് നമ്മുടെ ജെയ് ഗില്ലിങ്ങൻ്റെ സിസ്റ്റർ ഉണ്ട്, മാഗി ഗില്ലിങ്ങൻ. ആൻഡ് ഹോളിവുഡിനെ സംബന്ധിച്ച് ഈ വർഷത്തെ വലിയ റിലീസുകൾ ഒന്നുകൂടിയാണ് ഈ പറയുന്ന ബ്രൈഡ് എന്ന് പറഞ്ഞ പടം. ഇവിടെ വലിയ റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് 6-ാം തീയതി തന്നെ തായ് കിളവി എന്ന് പറഞ്ഞ പടം റിലീസുണ്ട്. അത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഈ പടം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഒരു നല്ലൊരു ഹ്യൂമറുള്ള, ഒരുപാട് ഹ്യൂമർ എലമെൻറ്റ്സ് ഉള്ള, എന്നാലും അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു നല്ലൊരു പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടം. നമ്മൾ ഒരുപാട് അമിത പ്രതീക്ഷ വെച്ചൊന്നും പോകരുത്. പക്ഷേ പടത്തിലുള്ള ഒരു സോളുണ്ട്. പടത്തിൽ പറയാനുള്ള കുറേ മോറലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരു പ്രീച്ചിങ് അല്ലാതെ നല്ല എൻ്റർടൈൻമെൻറ്റ് മോഡിൽ നമ്മൾ 2-2.5 മണിക്കൂർ നമുക്കിങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ നല്ലൊരു പടം കണ്ടു നോക്കുക. അത് ഇപ്പോൾ അല്ലെങ്കിൽ 6-ാം തീയതി തിയേറ്ററിലൂടെ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യും. ദെൻ വാർ മെഷീൻ എന്ന് പറഞ്ഞൊരു പടം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആവുന്നുണ്ട്. നമ്മുടെ അലൻ റിച്ചൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു ആക്ഷൻ സൈഫൈ മൂവിയാണ്. ആൻഡ് പാട്രിക് ഹ്യൂസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹിറ്റ്മാൻ ബോഡി ഗാർഡൊക്കെ ഇല്ല, അതിനൊക്കെ ഡയറക്ടർ നമ്മുടെ എക്സ്പെൻഡബിൾ 3 ഇതൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള മൂപ്പരാണ്. ദെൻ സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞൊരു മലയാള ചിത്രം 6-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ഡിസ്നി പിക്സാറിൻ്റെ ഏറ്റവും പുതിയ പടം ഹോപ്പേഴ്സ്, ഇതും 6-ാം തീയതി തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഇതും കൂടെ വലിയ റിലീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ദെൻ ദി ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ സ്റ്റീഫൻ സ്പിൽബർഗ് തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ മോർഗൻ ഫ്രീമാനാണ് അതിൽ വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. സോ ഇതിനു മുമ്പ് അവർ പ്ലാനറ്റ് എന്നും അല്ലെങ്കിൽ പ്ലാനറ്റ് ജയൻസ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്, അല്ലെങ്കിൽ പ്ലാനറ്റ് ഡൈനോസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുമ്പ് കുറേ സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇതേപോലത്തെ ഈ ഡോക്യുമെൻ്ററി നമ്മുടെ ആപ്പിൾ ടി പ്ലസിലൂടെയും HBO മാക്സിലൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ജുറാസിക് ഡോക്യുമെൻ്ററി, അതാണ് ഡൈനോസർ. 6-ാം തീയതി പുറത്തിറങ്ങും. ദെൻ 8-ാം തീയതി റൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പുതിയ TV സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ടെഡ്ലേഴ്സ് എന്ന സീരീസില്ലേ, അതിൻ്റെയൊക്കെ ക്രിയേറ്ററാണ് സ്റ്റീഫൻ കെറൽ പ്രധാന വേഷത്തിൽ. ഈ ഒരു സീരീസിൽ ഒരു 10 എപ്പിസോഡായിരിക്കും ഉണ്ടാവുക. അതൊരു മിനി സീരീസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, കറക്റ്റായി അറിയില്ല. എന്തായാലും 8-ാം തീയതി ആയിരിക്കും ഈ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യയിൽ റിലീസ് ചെയ്യുക. ദെൻ വൺ പീസിൻ്റെ, അതായത് നെറ്റ്ഫ്ലിക്സിൻ്റെ ലൈവ് ആക്ഷൻ വൺ പീസിൻ്റെ സീസൺ 2 മാർച്ച് 10-ാം തീയതി ആയിരിക്കും പുറത്തിറങ്ങുക. ഇതിൻ്റെ ഓൾറെഡി ട്രെയിലറൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ എപ്പോഴാണ് ഈ വലിയ വലിയ ആർക്കിലേക്ക് എത്തുകയെന്ന് അറിയില്ല. നമ്മുടെ മറൈൻ ഫോർഡൊക്കെ ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. സോ അടുത്ത ആർക്കിൻ്റെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഒരു 1-2 ആർക്കൊക്കെ ഒരുമിച്ച് എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. 10-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാം. ദെൻ ഫുക്കുഷിമ എ ന്യൂക്ലിയർ നൈറ്റ്മെയർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി HBO മാക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഈ മാസം കുറേ നല്ല ഡോക്യുമെൻ്ററി ഉണ്ട്. അതിലാദ്യം ഞാൻ പറഞ്ഞ ഈ ഡൈനോസേഴ്സും ദെൻ ഈ ഫുക്കുഷിമ, ഇത് ഒരു ആണവ ദുരന്തത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. HBO മാക്സിലൂടെ ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറഞ്ഞൊരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട് 12-ാം തീയതി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഇന്ത്യ കൊറിയ ബൈൻഡിങ്ങിലുള്ള ഒരു പടമാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്ക മോഹനാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരാൾ കൊറിയയിൽ പോകുന്നു, അവിടെ ഉണ്ടാകുന്ന കുറച്ച് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചു തരിക. ആൻഡ് റിമൈൻഡേഴ്സ് ഓഫ് ഹിം എന്ന് പറഞ്ഞ പുതിയൊരു ചിത്രം 13-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ഇതേപോലെ തന്നെ ദി പ്ലാസ്റ്റിക് ഡിറ്റോക്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ ഇതുപോലെ കുറേ നല്ല ഡോക്യുമെൻ്ററി ഉണ്ട്. എനിക്ക് ഇതൊക്കെ പേര് കേട്ടിട്ട് തന്നെ ഇതിൽ തന്നെ നമ്മുടെ സോഷ്യൽ ഡെലേം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ പലർക്കും ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നൊരു സാധനമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്ക്, ഈ ഫോൺ അഡിക്ഷൻ വെച്ചിരിക്കുന്ന ആൾക്കാരിലേക്ക്, അവർക്കൊക്കെ സിമ്പിളായിട്ട് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഉദാഹരണ സഹിതം ഒരു സാധനം കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കയറില്ല. അതേപോലെ ഈ പ്ലാസ്റ്റിക് ഡിറ്റോക്സ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററിയാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു ടാഗ്ലൈൻ തന്നെ എനിക്കിഷ്ടമായി. നമ്മളിപ്പോൾ നമ്മൾ നോർമലി വാങ്ങുന്ന വാട്ടർ ബോട്ടിലും നമ്മൾ ഈ 20 രൂപയ്ക്ക് വെള്ളം വാങ്ങില്ല, അത് മുതൽ ഇതെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. സോ ഇതെങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ആ ഒരു പോസ്റ്ററിൽ തന്നെ
ഈ പ്ലേറ്റിനകത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക് കഴിക്കണം എന്നുള്ള രീതിയിലാണ്. സോ അത്രത്തോളം പ്ലാസ്റ്റിക് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് സീരീസിൽ ഈ ഡോക്യുമെൻ്ററിയിൽ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കാണണം ആഗ്രഹമുണ്ട്, കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിലുണ്ട് 16-ാം തീയതി. ദെൻ 16-ാം തീയതി തന്നെയാണ് നമ്മുടെ ഓസ്കാർ അവാർഡ്സ്, നമ്മുടെ 98ാമത്തെ അക്കാഡമി അവാർഡ്സ് ഇറങ്ങുക. 18-ാം തീയതിയാണ് ഇൻവിൻസിബിളിൻ്റെ സീസൺ 4 പുറത്തിറങ്ങും. ആമസോൺ പ്രൈം വീഡിയോയിൽ പുറത്തിറങ്ങുന്ന ഒരു കിടിലൻ ആക്ഷൻ സീരീസാണ് ഇത്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ അധികം ആൾക്കാർ കണ്ടിട്ടില്ല, പക്ഷേ ഇതിലെല്ലാം പൊളിയാണ്. നല്ല ബ്ലഡ് ബാത്ത് നിറഞ്ഞ സാധനങ്ങളാണ്. ദെൻ 18-ാം തീയതി റേഡിയോ ആക്റ്റീവ് എമർജൻസി എന്ന് പറഞ്ഞൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു മിനി സീരീസാണ്. ദെൻ 19-ാം തീയതിയാണ് നമ്മുടെ വലിയ റിലീസുകളുള്ളത്. നമ്മൾ ക്ലാഷൊക്കെ നമ്മൾ പറഞ്ഞത് ആട് 3-യും ദുരന്തർ 2-ഉം നമ്മുടെ ടോക്സിക്കും. അതിലിപ്പോൾ ടോക്സിക് ഒഴിവായി. ടോക്സിക് അവരിപ്പോൾ ജൂണിലൊക്കെ എന്നൊക്കെ പറയുന്നത്. കാരണം ഗൾഫിൽ നടക്കുന്ന വാറ്. ഇനിയിപ്പോൾ ആ വാറ് കാരണം ഈ മറ്റു പടങ്ങളും കൂടി മാറ്റുമെന്നും അറിയില്ല. പക്ഷെ വേറൊന്ന്, ഈ ദുരന്തർ 1-ന്നും GCCയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് അവിടെ ഓൾറെഡി അവിടെ ബാൻഡാണ് ഈ ഒരു പടം. സോ സെക്കൻഡ് പാർട്ടും അതേപോലെ തന്നെ ബാൻ ആയിരിക്കും. സോ അവർക്ക് എന്ത് വാറ്, അവർക്ക് ഇറക്കിയാലും ഇല്ല, ഇറക്കിയാലും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷെ ഇറങ്ങാം. പക്ഷെ അത് മെയിൻ പാർട്ട് ഈസ് ഈ ദുരന്തർ 1 ഇതുപോലെ വലിയ വേൾഡ് വൈഡ് റിലീസ് ഇല്ലാതെ തന്നെയാണ് ഈ 10,000 എത്രയോ സംതിങ് 1300 അങ്ങനെ എന്തോ കോടി അടിച്ചത്. ആൻഡ് അതൊരു റെക്കോർഡ് തന്നെയാണ്. കാരണം ഒരൊറ്റ ലാംഗ്വേജിൽ, ഹിന്ദിയിൽ മാത്രമേ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ലാംഗ്വേജിൽ തന്നെ ഇത്രയും കോടി അടിച്ച വേറൊരു പടം വേറെ ഇല്ല ഇന്ത്യയിൽ. സോ ഇതുപോലെ മൾട്ടി ഡബ് ഇല്ലാതെ ഒറ്റ സിംഗിൾ ലാംഗ്വേജിലൊരു പടം അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല. സെക്കൻഡ് പാർട്ട് നമുക്കറിയാമല്ലോ, ഫസ്റ്റ് പാർട്ടേ അടിച്ചു. സെക്കൻഡ് പാർട്ട് അതേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ നല്ല കളക്ഷൻ കിട്ടാവുന്നൊരു പടമാണ് ദുരന്തർ 2. ഒരു പക്ഷേ അതിൻ്റെ കൂടെ ക്ലാഷ് വെക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ടോക്സിക് മാറ്റിയത്. എന്നിട്ട് ഒരു പേരിന് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ. കാരണം ടോക്സിക് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് അവസ്ഥ എന്നുള്ളത്. ദെൻ ആട് 3 ഇറങ്ങുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ 3 ഇറങ്ങണമെങ്കിലും ഞാൻ പേഴ്സണലി ആദ്യം കാണാൻ ആട് 3 ആണ്. അത് നമ്മുടെ പടമാണ്, നമ്മുടെ സ്വന്തം ഫ്രാഞ്ചൈസാണ്, നമ്മൾ വളർത്തിയെടുത്ത ഫ്രാഞ്ചൈസാണ്. നമ്മൾ ആദ്യം പൊട്ടിച്ച് പിന്നെ വളർത്തിയെടുത്ത ഫ്രാഞ്ചൈസാണെന്ന് പറയാം. കാരണം ഫസ്റ്റ് പാർട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ബോക്സ് ഓഫീസിൽ പൊട്ടിയൊരു പടം, അതിന് തേർഡ് പാർട്ടിന് വേണ്ടി ഇത്രയും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു എലിവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ തേർഡ് പാർട്ടിന് കിട്ടിയ ഒരു പ്രൊഡക്ഷൻ സ്കെയിലും ചെറുതൊന്നുമില്ല. ഇവിടെ മലമ്പുഴയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങളുടെ ഒരു ഡാമിൻ്റെ അറ്റത്തൊരു റിസർവോയർ ഉണ്ട്, ഒരു പാലുണ്ട്. ആ പാലങ്ങനെ ഫിനിഷ് ആവാത്തൊരു പാലാണ്. ആ പാലം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ട്രെയിലറിലൊക്കെ കാണാം. അങ്ങനെ ഫുൾഫിൽ ചെയ്തിട്ട് ആ പാലത്തിന് ബേസ് ചെയ്തിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ അവർ പീരീഡ് സെറ്റപ്പിലൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ എനിക്കറിയാവുന്ന കുറേ സ്ഥലത്ത് ഇതിനൊക്കെ ഷൂട്ടിംഗ് നടത്തുന്നുണ്ടായിരുന്നു. സോ ആട് 3 ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഈ മാസത്തിൽ തന്നെ ഏറെ പ്രതീക്ഷയുള്ളൊരു പടമാണ് ആട് 3 കമ്പയർ ടു മറ്റ് 2 പടങ്ങൾ. അതിൽ ടോക്സിക് ഇല്ല. അപ്പോൾ ദുരന്തറും ആടും മാത്രമേ ഇറങ്ങുക. ഇനി ആ ഒരു ഗ്യാപ്പിൽ വേറെ ഏതെങ്കിലും പടങ്ങൾ വരുന്നുണ്ടോ എന്നും അറിയില്ല. കാരണം നമ്മുടെ പ്രതിച്ഛായ എന്ന് പറയുന്ന പടം, നമ്മുടെ നിവിൻ പോളിയുടെ പടം 20-ാം തീയതി പുറത്തിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം. കാരണം അന്ന് പെരുന്നാളോ അങ്ങനെ എന്താണ് ലീവാണ്. അവർ ലീവ് വീക്ക് ആയതുകൊണ്ട് നല്ല റണ്ണ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ പടങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷെ പ്രതിച്ഛായയുടെ റിലീസ് ഡേറ്റ് എനിക്ക് കറക്റ്റായി എനിക്ക് അറിയില്ല. 20-ഓ 26-ഒക്കെ ആയിരിക്കും. ഒരു പക്ഷേ ഇതിൻ്റെ ഒപ്പം ഇറക്കുമോന്നും അറിയില്ല. ഈ 20-ാം തീയതി പക്ഷേ നെറ്റ്ഫ്ലിക്സിലൂടെ പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ ഇമ്മോർട്ടൽ മാൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പീക്കി ബ്ലൈൻഡേഴ്സ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഹിറ്റ് സീരീസാണ്. അതിൻ്റെ സീസൺ കഴിഞ്ഞു, അല്ലെങ്കിൽ റണ്ണ് കഴിഞ്ഞു. ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവൻ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ കാണിച്ചു തരും. പക്ഷേ സീരീസിൽ കണ്ട ഒട്ടുമിക്ക കാസ്റ്റ് ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, കിലിയൻ മർഫി ഉൾപ്പെടെ. ദെൻ ഹെയിൽ മേരി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ പടം 20-ാം തീയതി ആയിരുന്നു ഇനീഷ്യലി ഇന്ത്യയിൽ ഇറങ്ങേണ്ടത്. ഈ മറ്റേ ദുരന്തരും ടോക്സിക്കും കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചു. അവസാനം ഇപ്പോൾ എന്താ ടോക്സിക് ഇല്ല. എന്താ ചെയ്യുക? കാരണം ടോക്സിക് മിക്ക സ്ക്രീനും കൊണ്ടുപോകും. ഐമാക്സ് ഒക്കെ ടോക്സിക് കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിരുന്ന സമയത്താണ് ഇപ്പോൾ ഇത് മാറ്റിവെച്ചത്. ഇനിയിപ്പോൾ ഇറക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 20-നാണ്. ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് ഏപ്രിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ടോക്സിക് പോസ്റ്റ്പോൺ ചെയ്ത് അവർ അറിഞ്ഞോന്നറിയില്ല. അതൊന്ന് ആരെങ്കിലും ഒന്ന് അറിയിപ്പിക്കുക. കാരണം ഹെയിൽ മേരി പ്രൊജക്റ്റ് പോലെ തന്നെ നമ്മുടെ റെഡി ഓർ നോട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് അതും അന്ന് തന്നെയാണ് ഇറക്കുന്നത്, മാർച്ച് 20-ാം തീയതി. അതിപ്പോൾ മാറ്റിയിട്ട് അറൗണ്ട് ഒരു ഏപ്രിൽ 3-നോ അങ്ങനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പടം ഒന്ന് ഇറക്കാൻ പറയണേ. ആ ടോക്സിക് പോയി ഒന്ന് വിളിച്ച് പറയാം ആരെങ്കിലും. ദെൻ 22-ാം തീയതി ഫെയ്ത്ത്ഫുൾ വുമൺ ഓഫ് ബൈബിൾ എന്ന് പറഞ്ഞൊരു സീരീസ് HBO Maxിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 24-ാം തീയതിയാണ് ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ സീസൺ 2 പുറത്തിറങ്ങുന്നത്. ഇത് ഫസ്റ്റ് സീസൺ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് കുറേ കൂടി പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മാർവലിൽ തന്നെ മാർവൽ റൈവൽസ് മറ്റേ ഗെയിമാണ്. നമ്മുടെ മാർവലിൻ്റെ മറ്റേ സാധനം ഉണ്ടായിരുന്നു, ലൂക്ക് കേജും നമ്മുടെ ജെസിക അവരൊക്കെ ഉള്ള ആ ഒരു ടീം, പേരെനിക്ക് ഓർമ്മയില്ല. സോ അവരും കൂടി ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ പണിഷറും ഒക്കെ കണ്ടതാണ്. സോ എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു പ്രോപ്പർ ടീമപ്പ് ഉള്ളൊരു സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2. പക്ഷേ ഈ വരാനിരിക്കുന്ന MCU ലൈനപ്പുകളിൽ ഇത് എവിടെ ഉൾപ്പെടും എന്നുള്ളതും കൂടി നമുക്കറിയണം. ഏത്
ഏത് ടൈം പീരീഡിലാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡൂംസ്ലേക്ക് വരുന്നുണ്ട്, അതിനോട് വലിയ ടൈപ്പ് അല്ലെങ്കിൽ വലിയ ഹിൻഡ് കാണിക്കുമെന്നൊക്കെ നമുക്ക് അറിയണം. ദെൻ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമ 26 പുറത്തിറങ്ങുന്നത് നമ്മുടെ പവൻ കല്യാണിൻ്റെ ഏറ്റവും പുതിയ പടമാണ്. സ്ഥിരം നമ്മൾ കാണാറുള്ള പവൻ സംഭവം. ദെൻ 26 റോസി ദി സാഫ്രോൺ ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു ഹിന്ദി ചിത്രവും സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞൊരു ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ 26 പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ആക്ച്വലി ഫിലിം അല്ല, ഇതൊരു ഹൊറർ മിനി സീരീസ് ആണ്. നമ്മുടെ ഡഫർ ബ്രദേഴ്സ് ഒക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ക്രിയേറ്റേഴ്സ് അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു സീരീസിൻ്റെ തന്നെ ടാഗ് ലൈൻ. ദെൻ ദേ വിൽ കിൽ യു എന്ന് പറഞ്ഞൊരു ചിത്രം, ഒരു ആക്ഷൻ കോമഡി പടം 27 പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ വാർണർ ബ്രദേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ് ഇത്. നമ്മുടെ ഈ റെഡി ഓർ നോട്ടില്ലേ, അതേപോലത്തെ ഒരു പടമാണെന്ന് തോന്നുന്നു. ദെൻ മൈക്ക് ആൻഡ് നിക്ക് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞൊരു സിനിമ 27 പുറത്തിറങ്ങുന്നത്. ഇതിന് പേര് തന്നെ നല്ല രസമുണ്ട്. ഒരു ആക്ഷൻ കോമഡി മൂവിയാണ്. നമുക്കറിയാവുന്ന ഒരു വലിയ കാസ്റ്റ് ലിസ്റ്റാണ്. നമ്മുടെ ഈസ കോൺസാലോസ് ഉൾപ്പെടെ ഒരു എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ജെൻറ്റിൽമാൻ പടമാക്കില്ല അതേപോലത്തെ രീതിയിലുള്ളൊരു പടമാണെന്ന് തോന്നുന്നു. ഇത് ഹോളിവുഡിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് സ്ട്രീമിംഗ് വരുന്നു, ഡയറക്റ്റ് OTT റിലീസ് വരുന്നൊരു പടമാണ് 27. ദെൻ ഇത് കൂടാതെ നമ്മുടെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ പടം, അത് ഈ മാസം റിലീസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അറൗണ്ട് ആ 19 നമ്മുടെ ആ ഒരു ക്ലാഷിൻ്റെ കൂടെ അല്ലെങ്കിൽ 20 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ടുള്ള റിലീസ് ഡേറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഡിസംബറിലെന്ന് ഇറങ്ങേണ്ട പടമായിരുന്നു. അതിന് മുമ്പ് നമ്മുടെ ഡ്യൂഡിൻ്റെ കൂടെ ഇറങ്ങേണ്ട പടമായിരുന്നു. അതിൻ്റെ ഡ്യൂഡ് ഇതും കൂടി പ്രദീപ് രംഗനാഥിൻ്റെ 2 പടങ്ങൾ ഒരുമിച്ച് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മാറ്റി ജനുവരി മാറ്റി, ഫെബ്രുവരി മാറ്റി, ഇതിപ്പോൾ മാർച്ചിൽ ഇനി ഇറങ്ങുമെന്ന് അറിയില്ല. നല്ല ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഈ ഫെബ്രുവരിയിലൊക്കെ ഇവർക്ക് ഇറക്കായിരുന്നു. തമിഴിൽ നിന്ന് ആകെ എൻ്റെ ഓർമ്മയിൽ മറ്റേ തലവേർ തമ്പി തലമേലും മറ്റേ TTTയും തായ്ക്കളവിയും ഒക്കെ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ട് അവർക്ക് പടങ്ങൾ കിട്ടാണ്ടിരിക്കുകയാണ്. സോ LAക്ക് ഈ മാസം ഐ തിങ്ക് വേറെ തമിഴ് പടങ്ങളൊന്നും വരുന്നില്ല. സോ LAക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ലവ് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഒരു പക്ഷേ റിലീസ് ഉണ്ടാവും. നോക്കാം. നമുക്ക് റിലീസ് ഡേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമേത് സീരീസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മാർച്ച് പോലെ തന്നെ ഏപ്രിലിൽ നമുക്ക് ഒരുപാട് നല്ല റിലീസുകൾ വരുന്നുണ്ട്. നമ്മുടെ വാഴ 2ഉം ദൃശ്യം 2 ഒക്കെ, ദൃശ്യം 3യും ഒക്കെ നമുക്ക് ഇറങ്ങുന്നത് അടുത്ത മാസമാണ്. സോ ഈ മാസത്തെ മാർച്ചിൽ നിങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമേത് സീരീസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.